മിശിഹായിൽ സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് 2015 ഈ സന്ധ്യയില് നമ്മളൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വർഷത്തിൽ നമുക്ക് ചെയ്ത എല്ലാ നന്മകളെയും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുമുൻപിലായിരിക്കുവാൻ നാം ശ്രമിക്കുകയാണ്. ജപമാല പ്രാർത്ഥനയിലൂടെ പഞ്ചഭൂഖണ്ഡങ്ങളെ സമർപ്പിച്ച് ലോകം മുഴുവനെയും തിരുമുൻപിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നാം യാചിച്ചു. ഇനിയും ഈ വർഷത്തിന്റെ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ ഒരല്പസമയം കൂടി ഒന്നിച്ചായിരിക്കുവാൻ അവിടുന്ന് നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. ഈ സമയം കർത്താവിന്റെ കരുണ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുവാൻ ആഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആ സാന്നിധ്യ സന്തോഷത്തിൽ നിറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ എല്ലാം സ്വസ്ഥമാക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ വചനം പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് പ്രത്യേകമായിട്ട് ഒരു ആത്മശോധനയുടെ രൂപത്തിലായിരിക്കും നമ്മൾ ഈ സമയം ചിലവഴിക്കുക. 2015 ദൈവം നൽകിയ നന്മകൾ 2016 നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഇനിയും എന്താണ് ആവശ്യമായിരിക്കുന്നത്? കർത്താവിന്റെ കരുണ, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 12 മാസങ്ങളിൽ ദൈവം നമ്മെ നയിച്ച വഴികളെ അല്പമായി ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം ചിലവഴിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കർമ്മല സഭയിലെ ഒരംഗമാണ്. കർമ്മലയുടെ ചൈതന്യം അനുസരിച്ച്, രീതി അനുസരിച്ച് സാധാരണ വർഷത്തിന്റെ അവസാനത്തെ ദിവസം പ്രാർത്ഥനയിലും ധ്യാനത്തിലും കർത്താവിന്റെ മുൻപിൽ ചിലവഴിക്കണം. അങ്ങനെ ഇന്നത്തെ ദിവസം കർത്താവിന്റെ മുൻപിൽ ചിലവഴിച്ചപ്പോൾ കർത്താവിനോടൊത്ത് ആയിരിക്കുവാൻ കുറച്ചു സമയം പരിശ്രമിച്ചപ്പോൾ ദൈവം എന്നെ വിട്ട ആ വഴികൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ എങ്ങനെയാണ് അവലോകനം ചെയ്യുക എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ പഴയ വർഷത്തിൽ നമ്മിലുണ്ടായ വീഴ്ചകൾ നമ്മൾ തിരുത്തണം. പുതിയ വർഷത്തിൽ നന്മകൾ സ്വീകരിക്കുവാൻ, നന്മ ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങണം. ഇങ്ങനെ കഴിഞ്ഞ 12 മാസങ്ങൾ നമ്മൾ കടന്നുപോയി. വളരെ പെട്ടെന്നായിരിക്കാം ഈ വർഷം നമ്മെ കടന്നുപോയത്. എങ്കിലും ഈ വർഷത്തിന്റെ ഓരോ മാസത്തിലൂടെയും തമ്പുരാൻ നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് വ്യക്തികളിലൂടെ ആകാം, സാഹചര്യങ്ങളിലൂടെ ആകാം, ജീവിതാനുഭവങ്ങളിലൂടെ ആകാം. അപ്രകാരം ചിന്തിച്ചപ്പോൾ ജനുവരി മാസത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. മനോഹരമായ മഞ്ഞിൽ പൊതിഞ്ഞ ഈ പ്രപഞ്ചം സമ്മാനിച്ച നന്മകള്, ഇത്ര മനോഹരമായി ഈ ഭൂപ്രദേശത്തെ വെണ്മയുള്ള മഞ്ഞിൽ പൊതിഞ്ഞ ദൈവത്തിന്റെ കരവിരുത്. ഏതെല്ലാം രീതിയിലാണ് മനുഷ്യൻ അതിനെ ഉപയോഗപ്പെടുത്തിയത്? ചിലരൊക്കെ സ്നോമാൻ ഉണ്ടാക്കി, ചിലരൊക്കെ അവരുടെ കലാവിരുത്
അതിലൂടെ പ്രകടമാക്കി. കുട്ടികൾ അതിൽ കളിച്ച് ആർത്തുല്ലസിച്ചു. ചിലരതിനെ ജീവസന്ധാരണത്തിനായി അധ്വാനത്തിലൂടെ പ്രയോജനപ്പെടുത്തി. മറ്റു ചിലരാകട്ടെ അതിനെ പഴിച്ചു. മറ്റനേകം പേര് അപകടത്തിൽപ്പെട്ട് ജീവഹാനി സംഭവിച്ചു. ഒരേ മഞ്ഞ് തന്നെ പലർക്ക് പല രീതിയിൽ നന്മയും തിന്മയും പകർന്നു. ദൈവവരപ്രസാദമാകുന്ന വെൺമഞ്ഞും കുംഭസാരം എന്ന കുദാശയിലൂടെ എന്നിൽ പതിഞ്ഞു. ആ ദൈവിക വരപ്രസാദത്തെ നാം എപ്രകാരം പ്രയോജനപ്പെടുത്തി? അരൂപിയുടെ ഫലങ്ങളിൽ നിലനിന്നുകൊണ്ട് ആ വരപ്രസാദം എന്നിൽ നിറയുവാൻ ഞാൻ അനുവദിച്ചോ? അതോ പാപക്കറമൂലം അത് മങ്ങിപ്പോയോ? അതോ അതിനെ അവഗണിച്ച് എന്റെ ജീവിതത്തിന് ഹാനി സംഭവിച്ചോ? വീണ്ടും ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ച് ഹൃദയവും സ്നേഹവും കൈമാറി. അപ്പോൾ എന്റെ നല്ല ദൈവത്തെ എന്റെ മനസ്സിൽ ഞാൻ സ്വീകരിച്ചോ? എന്റെ ഹൃദയം കാത്തു കഴിയുന്ന പരമസൗന്ദര്യമായ ഈശോയെ ഞാൻ അറിഞ്ഞോ? സ്നേഹിച്ചോ? നമ്മുടെ ഈ ചാവറക്ക് ഫെബ്രുവരി ആകുമ്പോൾ ഒരു വർഷമാകുന്നു. വിഭൂതി തിരുനാളിൽ കുരിശു വരച്ച സമയത്തിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ മിനിസ്ട്രിയിൽ എത്ര വിശ്വസ്തമായി സഹകരിക്കുവാൻ എനിക്ക് സാധിച്ചു. ഇതിലൂടെ തമ്പുരാൻ തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? വീണ്ടും മാർച്ച് മാസം കർത്താവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് നോമ്പിന്റെ അരൂപിയിലൂടെ കടന്നുപോയപ്പോൾ വളഞ്ഞ വഴികൾ നേരെയാക്കി അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ നോമ്പിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ എനിക്ക് സാധിച്ചു. വിശുദ്ധരായ ചാവറയച്ഛനും എൗഫ്രാസ്യമ്മയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ സന്തോഷം നമ്മുടെ നാട്ടിലും ഇവിടെയുമെല്ലാം നാം അനുസ്മരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ അത് ആഘോഷിക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിച്ചു. ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പീഡാനുഭവ ഉത്ഥാന രഹസ്യങ്ങൾ അനുസ്മരിച്ച് കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യത സ്വന്തമാക്കുവാൻ നാം എത്രമാത്രം പരിശ്രമിച്ചു. ഉത്ഥാന സന്തോഷം അനുഭവിക്കുവാനും പങ്കുവെക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടോ? മെയ് മാസം പരിശുദ്ധ അമ്മയെ പ്രത്യേകം അനുസ്മരിച്ച് അമ്മയുടെ എളിമയും വിനയവും ഏറ്റുപറഞ്ഞ് അമ്മയോടൊപ്പം ഈശോയെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിച്ചോ? അമ്മയെ പോലെ സ്വയം മറന്ന് ദൈവഹിതത്തിന് സമർപ്പണം ചെയ്യുവാൻ ഞാൻ എത്രമാത്രം ശ്രദ്ധിച്ചു. പരിശുദ്ധ അമ്മ സ്വാമിയെ ശുശ്രൂഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ടതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന്റെ ശാന്തതയും വിനീത സ്വഭാവവും എന്നിലൂടെ പ്രകടമാക്കപ്പെട്ടോ? അവധിക്കാലം മക്കളോടൊപ്പം ആധ്യാത്മികമായി അവരെ ഉയർത്തുവാൻ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മാതൃകയിലൂടെയും അവരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു.
ജൂലൈ മാസത്തില് എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുഹായിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ വിശ്വാസം ഞാൻ എന്നിലൂടെ എപ്രകാരം പ്രാവർത്തികമാക്കി ജീവിതാനുഭവങ്ങളില് പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളില് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് ഉദീരണം ചെയ്ത വിശുദ്ധ ശ്ലീഹായെ പോലെ വിശ്വാസം ഏറ്റുപറയുവാൻ എനിക്ക് സാധിച്ചോ? സ്വാതന്ത്ര്യദിനം ആഘോഷങ്ങൾ കൂടുതൽ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ നയിച്ചുവോ? ആഗസ്റ്റ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും ഭാരത സ്വാതന്ത്ര്യവും സ്വർഗീയ ചിന്തകളിലേക്ക് എപ്രകാരമാണ് എന്നെ നയിച്ചത്? വിശ്വാസം ജീവിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിട്ട് അതിന് ഞാൻ നന്ദിയുള്ളവളാണോ? എന്റെ വിശ്വാസം ഞാൻ ജീവിച്ചോ? ആ വിശ്വാസം മറ്റുള്ളവരുമായി ഞാൻ പങ്കുവെച്ചു. വീണ്ടും സെപ്റ്റംബർ മാസത്തിൽ 8 നോമ്പ് ആചരിച്ച പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളില് നാം സന്തോഷിച്ചു. അമ്മയെപ്പോലെ ഈ ലോകത്തിലേക്ക് പിറന്നു വീണ എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹപൂർവം ആശ്ലേഷിക്കുവാൻ നമുക്ക് സാധിച്ചോ? അതോ ആരുടെയെങ്കിലും ജീവനെ നശിപ്പിക്കുവാൻ ഞാൻ കൂട്ടുനിന്നോ? തിരുവോണ നാളിൽ ആഘോഷങ്ങളോടൊപ്പം മതസൗഹാർദ്ദവും വ്യക്തിബന്ധങ്ങളും വളർത്തുവാൻ എനിക്ക് സാധിച്ചോ? ഒക്ടോബർ മാസം പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം ലോകം മുഴുവനും വേണ്ടി പ്രത്യേകമായി വിശ്വാസത്തിനു വേണ്ടി രക്തം ചിന്തി മരിക്കുന്ന അനേകർക്ക് ശക്തി ലഭിക്കാനായി ഞാൻ പ്രാർത്ഥിച്ചോ? എന്റെ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവരെ ഞാൻ ശക്തിപ്പെടുത്തിയോ? നവംബർ മാസം സകല വിശുദ്ധരെയും സകല മരിച്ചവരെയും അനുസ്മരിച്ച് നന്ദിയോടെ തിരുമുൻപിലായിരിക്കുവാൻ എനിക്ക് സാധിച്ചോ? മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമായിരുന്നു? എന്റെ മരണവും ഒരിക്കൽ സംഭവിക്കും. അതിന്റെ സമയമോ കാലമോ നമുക്കറിയില്ല. എന്നാൽ ദൈവിക പദ്ധതി എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുവോ? നമ്മൾ ഡിസംബർ മാസത്തിലാണ്. ഈശോയുടെ പിറവി തിരുനാൾ. സമാധാന രാജാവായ ഈശോയുടെ സമാധാനം എന്നിലും എന്റെ കുടുംബത്തിലും എന്റെ സമൂഹത്തിലും നിറയ്ക്കുവാൻ ഞാൻ എന്ത് ചെയ്തു? ഈശോയുടെ വരവിനായി ഞാൻ എന്റെ ഹൃദയം ഒരുക്കിയിരുന്നുവോ? ഇങ്ങനെ 12 മാസങ്ങൾ കടന്ന് നമ്മൾ ഈ വർഷം അവസാനിപ്പിക്കുമ്പോൾ ആത്മീയമായ മേഖലയിലെ വിലയിരുത്തലാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. ഇനിയും ഭൗതികമായി എന്തെല്ലാം രീതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ വിലയിരുത്തണം? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, ഞാൻ ആയിരിക്കുന്ന കർമ്മരംഗങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ എന്നിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആരെയെങ്കിലും സഹായിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ വിചാര പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ ഉന്മേഷത്തോടെ പുത്തനാണ്ടിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഈ വർഷത്തിന്റെ അവസാനത്തെ മണിക്കൂറുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ലോകമെമ്പാടും പല ദേവാലയങ്ങളിലും ഈ രാത്രിയിൽ ജാഗരണ പ്രാർത്ഥനയും ആരാധനയും വർഷാവസാന പ്രാർത്ഥനയും വർഷാരംഭ പ്രാർത്ഥനയും ഒക്കെ നടക്കുമ്പോൾ ആ പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനയും നമുക്ക് സമർപ്പിക്കാം.
2015 പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ അവസാനിച്ച് 2016 കൂടുതൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ഒരു വർഷമായി തീരുവാൻ കർത്താവ് തന്റെ കരുണ നമ്മിലേക്ക് ഒഴുക്കുവാൻ ആഗ്രഹിച്ച് നമുക്കായി കാത്തിരിക്കുമ്പോൾ കർത്താവെ, ആ കരുണ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിന് തടസ്സമായുള്ളതെല്ലാം നീക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ലോകം മുഴുവനും സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു നവവർഷം വന്നു ചേരുവാൻ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകൾ ദൈവത്തിനു സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് ശക്തമായി ദൈവം നമുക്ക് നൽകിയ സർവശക്തിയും ഉപയോഗിച്ച് ഈ വർഷത്തിൽ ദൈവം എന്നിവയിൽ ചൊരിഞ്ഞ നന്മകൾക്ക് ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. ആ വേദനകളിൽ എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവം ഇനിയും എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ താങ്ങും എന്ന ബോധ്യത്തോടുകൂടി കർത്താവെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് സമയം കർത്താവിനെ സ്തുതിക്കാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് മുട്ടുകൾ കുത്തി 2015 വർഷം ഈശോയുടെ അനുഗ്രഹം നാം സ്വീകരിക്കാൻ പോവുകയാണ്. ഈശോയെ നമ്മെ ആശീർവദിക്കുന്നത്, ഈശോ നമ്മുടെ ജീവിതത്തെ അവിടുന്ന് ബ്ലസ് ചെയ്യുന്ന സമയമാണ്. 2016 വർഷം ഒരു പുതിയ പ്രതീക്ഷയോടുകൂടെ തമ്പുരാനെ കണ്ടുമുട്ടിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7-8 തിരുവചനം പറയുന്നു, യൂദായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും. പൂർവ്വസ്ഥിതിയിൽ ഞാൻ അവരെ പണിതുയർത്തും. എനിക്കെതിരെ ചെയ്ത എല്ലാ പാപങ്ങളിലും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. എന്നോട് മറുതലിച്ച് നിങ്ങൾ ചെയ്ത എല്ലാ അകൃത്യങ്ങളും ഞാൻ ക്ഷമിക്കും. കർത്താവായ ദൈവമേ, ഈ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ പ്രാർത്ഥനാ ലൈനിലൂടെ ഓരോ ദിവസവും ആശീർവദിച്ചതിന് അവർ നന്ദി പറയുന്നു. ഒരു വർഷക്കാലം ഈ പ്രാർത്ഥനാ ലൈനിനെ ഒന്നിനെ കുറവുകൂടാതെ കൊണ്ടുപോയി നടക്കാൻ വേണ്ടി അധ്വാനിച്ച ഓരോ വ്യക്തികളെയും ഈ സമയം തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ പ്രാർത്ഥനാ ലൈനിൽ വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഓരോ മക്കളെയും അവിടെ കുടുംബങ്ങളെയും അവർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധങ്ങളായ പ്രാർത്ഥനകളെ പേറിക്കൊണ്ട് ഓരോ ദിവസവും നിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും നീ അവിടുന്ന് കാരണമേ. 2016 ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. കർത്താവെ, പുതിയ വർഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റണമേ. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ആ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് അഭിഷേകമായി കൃപയായി അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നീ കാണണമേ. ഈശോയെ, ഉന്നതമായ വിജയം നൽകണമേ. അവരുടെ എല്ലാ വേദനകളും നിന്റെ കരങ്ങളിലേക്ക് അവിടെ സമർപ്പിക്കുന്നു. ഏതെങ്കിലും രോഗികളായി വേദനിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ വേദനകൾ സഹിക്കാനുള്ള ശക്തി അവർക്ക് കൊടുക്കണമേ. കർത്താവെ, സാമ്പത്തിക കടബാധ്യതയുള്ള കുടുംബങ്ങൾ, കർത്താവെ, ഭവനമില്ലാത്ത ഭവനങ്ങൾ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് അവിടുന്ന് ഉയർത്തുന്നു. ജോലി മേഖലയിൽ കഷ്ടത അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ വിശ്വാസസംബന്ധമായ മേഖലയിൽ വിവിധങ്ങളായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ ശക്തി ഈ സമയം ഈ വ്യക്തികളിലേക്ക്, അവിടെ നിയോഗങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഈ മക്കളുടെ ശിരസിൽ ഈശോയെ നിന്റെ മുറിവേറ്റ കരങ്ങൾ അവിടെ നീട്ടണമേ. നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഈ മക്കളുടെ മേൽ അവിടുന്ന് വെക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. അനുഗ്രഹിക്കുക കർത്താവെ, അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കാൻ ഞങ്ങളെ വിടല്ലേ. യാക്കോബിനെ പോലെ മല്ലിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ. സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ അനുഗ്രഹം മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിന്.
ഈ സമയം ആശീർവദിക്കണമേ കർത്താവെ. അയോഗ്യരായ എന്നിലേക്ക് പൗരോഹിത്യത്തിൽ അവിടെ നൽകിയ പൗരോഹിത്യ വരങ്ങളാൽ ഈ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും വിശുദ്ധ ചാവറ പിതാവിന്റെ പ്രത്യേക സംരക്ഷണവും ഈ മക്കളോടുകൂടെയും അവിടെ ശുദ്ധ ഗുരുത്തിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.